മുത്തു വിക്രമ യവനിത് എവിടെ പോയിക്കണം? ചേടാ ഇതെന്ത് കഷ്ടമാണെന്ന് പറ. ഇതെന്ത് നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞ ടോർച്ച് എടുക്കണമെന്ന്. പിന്നെ കയ്യിരിക്കുന്ന തന്നെ വാഴപ്പുള്ളിയാ. ഇവിടെയാണ് അവറാച്ചിനെ പെട്ടിയിലിട്ട് അടക്കം ചെയ്തേക്കുന്നത്. ഷോ പാവം ശ്വാസം മുട്ടിയിരിക്കുകയായിരിക്കല്ലേ. എടാ അതല്ല, അയാളുടെ വിരലിൽ ഒരു വജ്രമോതിരമുണ്ട്. അതടക്കം അയാൾ അടക്കിയേക്കുന്നത്. അതുകൊണ്ട് കുന്തം എടാ ഇന്ന് അടക്കിയേക്കുന്നോണ്ട് മണ്ണളായി കിടക്കുക. അതുകൊണ്ട് നമുക്ക് കുഴി തോണ്ടി പുറത്തെടുത്ത സാധനം അങ്ങടിച്ചു മാറ്റി. വിക്രമ അയാളുടെ മക്കളത് അടിച്ചു മാറ്റിയിട്ടുണ്ടായില്ലേ? കൂടാ പൊട്ടാ. എടാ അയാളുടെ മക്കളും അയാളെ പോലെ തന്നെയല്ലേ? ഷോ കഷ്ട, അച്ഛൻ്റെ കൂടെ മക്കളും മരിച്ചില്ലേ. അവനെ ഞാനിന്ന് എടാ അതല്ല, പിന്നെ അവര് ഇയാളെ പോലെ പൂത്ത പണക്കാരാ. ഓരോരുത്തരും എല്ലാരും അങ്ങ് അമേരിക്കയിലെ ഫിലോഫ്ര എന്നാന്ന് അല്ല ഫ്ലോഷ എന്ത് പുല്ല് അമേരിക്കയിൽ ആർക്കും അറിയാൻ മേലാത്തൊരു സ്ഥലത്താണ്. അങ്ങനെ മാത്രമല്ല അർത്ഥയ്ക്ക് ഉപ്പ് വെക്കാത്ത മനുഷ്യനായി അയാള്. എടാ കൈയറുത്തിട്ട് ഉപ്പ് വെച്ചിട്ട് കാര്യമില്ല. ആദ്യം ഡെറ്റോൾ ഇട്ട് കൈ കഴുകണം, എന്നിട്ട് മുറിവിന് മരുന്ന് വരട്ടണം. നീ ഇവിടെ മുറിവിന് മരുന്ന് വരട്ടാൻ വന്നതാണോ അതോ മോട്ടിക്കാൻ വന്നതാണോ? എടാ എന്താ ഇവിടെ മൊത്തം ശ്മശാന മൂകതയില്ലേ? പിന്നെ ശ്മശാനത്തിൽ സ്റ്റീഫൻ ദേവസയുടെ DJ നടക്കുവോ? ഇങ്ങോട്ട് വന്നേ. വിക്രമ എന്തുവാ മുട്ടായി മധുരം കഴിച്ചോണ്ട് അങ്ങ് തുടങ്ങാം. എനിക്കൊന്നും വേണ്ട, മൂലയ്ക്ക് മാറ്റി വെച്ചേര്. ഞാൻ മോട്ടിച്ച് തിന്നോളാം. മോട്ടിച്ചാ? അതെടാ ഈ മോഷണം തുടങ്ങി പിന്നെ അമ്മ ചോറ് തന്നാ പോലും ഞാൻ തിന്നത്തില്ല. എനിക്ക് കാലത്ത് നിന്ന് കൈയിട്ട് കാര്യം മോട്ടിച്ച് തിന്നുന്ന ഇഷ്ടം. പറഞ്ഞാലും മുത്തു നീ എങ്ങനെയാ ഈ ഫീൽഡിലോട്ട് എത്തിയേ? എനിക്ക് ശരിക്കും ഒരു മന്ത്രിയാവാനാണ് ഇഷ്ടം. പക്ഷെ അതിന് ഇലക്ഷനിൽ നിൽക്കണം, ജയിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ അതേപോലത്തെ ഒരു ജോലി കണ്ടുപിടിച്ച് ഇപ്പൊ സ്വസ്ഥമായിട്ട് മോട്ടിച്ച് ജീവിക്കും. അങ്ങനെയല്ലേ? പണി ചെയ്യാം. വിക്രമ എന്തുവാ പേടിയൊന്നും ഇല്ലടാ? പേടിയോ? ഈ വിക്രമന്റെ മെയിനേ ബുദ്ധിയും ധൈര്യ. ടോർച്ചും പോയി. വിക്രമ ബെസ്റ്റ്. യവന്റെ ബോധം പോയെന്ന് തോന്നുന്നു. അയ്യോ ഇനിയിപ്പോ എന്നാ ചെയ്യും? ക്ഷമിക്കണം, കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചാന്നറിയാം. പക്ഷെ അവിടെ ഒരുത്തം ബോധം കെട്ട് കിടപ്പുണ്ട്. ഇപ്പൊ തളിച്ചേരാ. എന്താ കണ്ടാലും ഉടനെ അങ്ങ് പേടിച്ച് വീണോളും. ഇവിടെ ധൈര്യം വേണോ? ധൈര്യം ഞാനല്ലേ. നീ ഒന്നും മിണ്ടല്ല. നീ ആ ടോർച്ച് കളിക്ക്, നമുക്ക് പരിപാടി തീർക്കാം. കത്തിക്കടാ. മാഷ ഇത് കത്തുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്നാ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള കട ചെന്ന് 2 മെഴുകുതിരി വാങ്ങിച്ചോണ്ട് പോവാ. നമുക്ക് ബുദ്ധിപരമായിട്ട് നീങ്ങണം. ഞാൻ 2 മെഴുകുതിരി വാങ്ങിച്ചും വരാം. സമയം കളയാൻ ഞാൻ അത്ര മണ്ടനൊന്നുമില്ല. അവൻ വരുന്നതിന് മുന്നേ ഇത് കുത്തി പൊട്ടിച്ച് ആ മോതിരം അടിച്ചു മാറ്റാം. എന്നിട്ട് അവൻ വന്നു കഴിയുമ്പോ ഇവിടെ പേടിച്ച് ചീഞ്ഞ് കിടക്കും. നീ ഇത്ര പൊട്ടുന്നു വന്നാ ഇവിടുന്നാണ് കത്തിച്ച് മെഴുകുതിരി? അത് ഞാൻ ആൾക്കാരെ കയറി അങ്ങ് മോഷ്ടിച്ചേ. എന്റെ അമ്മ മോഷ്ടിക്കോ? അത് ആൾക്കാരെന്ന്. ഇനിയെങ്കിലും സത്യസന്ധയോടെ ജീവിക്കടാ. നീ ഇവിടെ കളക്ട്രോണിക്കല്ലേ വന്നേക്കുന്നു? അതുകൊണ്ട് നീ മോട്ടിക്കുന്ന ആരെല്ലാം കണ്ടായിരുന്നു? ഞാൻ അത്ര മണ്ടനാണോ? ആരും കാണാതാ മോട്ടിച്ചേ. വെരി ഗുഡ്. ഇതെന്നാണോ നമ്മുടെ ചുറ്റുപാട് നിന്ന് ആരൊക്കെ വരുന്ന ശബ്ദം? അത് ചിലപ്പോ പള്ളിയിലച്ഛനോ? നീ അല്ലേ പറഞ്ഞ നീ മെഴുകുതിരി എടുക്കുന്ന ആരും കണ്ടില്ല ഒന്ന്? പിന്നെ എടാ ഇത് കത്തിക്കാനുള്ള തീപ്പെട്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് അയച്ചു. അത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. ചിലപ്പോ വാങ്ങിക്കാമെന്നേ. എന്താണോ വിക്രമ? ഓടി രക്ഷപ്പെടാ കുരിശേ. അയ്യോ ഇവിടെ അതിനേക്കാളും വലിയ കള്ളം.